ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വൈൻഗാർട്ടിലാണുള്ളത്. നമ്മൾ ഇന്ന് രാവിലെ സ്റ്റുട്ട്ഗാർട്ടിലോട്ടാണ് പോകുന്നത്, പോർഷയുടെ ഒരു മ്യൂസിയം കാണാൻ. എല്ലാവർക്കും നമ്മളുടെ ഈ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇവിടെ ഫ്രിക്സി വന്നു. ഇവിടെ ഫ്രിക്സി നമ്മൾ കുടിച്ചിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് വിടാം. വൈൻഗാർട്ടിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കുട്ടികളുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ. അവരൊക്കെ ഉള്ളതുകൊണ്ട് പല പല ഷോപ്പുകളിൽ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ ഹമ്മയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെന്നാൽ 50% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അവരുടെ കാർഡ് കാണിച്ചാൽ. അല്ലെങ്കിൽ ഇത് വെരി എക്സ്പെൻസീവ് ആണ്. ഒരു കോഫിക്ക് ഒരു 20 റിയാൽ വരും. അവരുടെ അടുത്തു നിന്ന് ആ കാർഡ് കാണിച്ചാൽ 10 റിയാൽ കൊടുത്താൽ മതി. ഇവിടെ നമ്മുടെ ഒരു മോള് വർക്ക് ചെയ്യുന്നുണ്ട്, നീന എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ പഴയ വീഡിയോകളൊക്കെ കാണിച്ചിട്ടുണ്ട് വൈൻഗാർട്ടിലെ ഈ ഒരു കത്തീഡ്രൽ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കത്തീഡ്രലാണ് ജർമ്മനിയിൽ. ഈ വൈൻഗാർട്ടിൽ ഈ കാണുന്ന കത്തീഡ്രൽ ബ്യൂട്ടിഫുള്ളായ ഒരു കത്തീഡ്രലാണ്. അതാകുമ്പോൾ പ്രൊഫസേഴ്സിന്റെ അസിസ്റ്റൻസ് വന്ന് പഠിപ്പിക്കും. അതേ ഉള്ളൂ, ട്യൂട്ടോറിയലിൽ പോവാറില്ല. പഠിപ്പിക്കാൻ വരുന്നതാ. എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്, എല്ലാം ചെക്ക് ചെയ്യുന്നത്, എല്ലാം അതൊക്കെ അസിസ്റ്റൻസാ. നമ്മളിപ്പോ പണ്ട് പഠിച്ചപ്പോഴും നമ്മുടെ കോളേജിൽ നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഇത് ഒരു ഹോസ്റ്റലാണ് കാണുന്നത്. പണ്ട് വരുമ്പോൾ അവിടെ പിള്ളേർ താമസിക്കുന്നുണ്ട്. എന്നെ വെച്ച് ഞാൻ പറഞ്ഞു ഇത്തോടെ കണ്ടിട്ട് എന്റെ ചങ്കടിച്ചു. NSS കണ്ടു ആരുമില്ലല്ലേ? ആരുമില്ല കേട്ടോ. MSc കെമിസ്ട്രിക്കും ഫിസിക്സ് ഒക്കെ ഒരു സ്റ്റുഡന്റ്. അയ്യോ, ഞാൻ ഞെട്ടി മേടിച്ച് സ്ത്രീകളെ ഇത് എന്ത് പാടാ. അപ്പോൾ ഒരു 5 ഞങ്ങൾക്ക് മാത്രമാണ് ഇവിടെ സ്റ്റുഡൻസ് ഉള്ളത്. ആയതുകൊണ്ട് നേരെ മറിച്ച് നോക്ക്, അസംഷനും SBയിലും അവർ ടൈംലി പുതിയ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തു. BBA BCA. അവിടെ ഭയങ്കര സോഷ്യൽ വർക്കിനൊന്നും സീറ്റില്ല അസംഷനില്. എന്നിട്ട് ഇപ്പൊ അവിടെ ആണുങ്ങളെ കയറ്റിയല്ലോ. PG കോഴ്സസിന് ഇപ്പൊ ആണുങ്ങളുണ്ട്. ചക്കുവിന്റെ യൂണിവേഴ്സിറ്റിയിലെ ആ പാർക്കിങ്ങിൽ വന്നു. ചക്കുദാ ഇപ്പം ക്ലാസ്സിലോട്ട് പോവുകയാണ്. ഇതാണ് റാവൻസ്ബർഗ് വൈൻഗാർട്ടൻ യൂണിവേഴ്സിറ്റി. ഈ ഏരിയ മുഴുവൻ യൂണിവേഴ്സിറ്റിയാണ്. ഈ കാണുന്നത് മൊത്തം അങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 100 ഏക്കറിന് മേളിൽ കാണും, പല പല ഡിപ്പാർട്ട്മെൻ്റായിട്ട്. പക്ഷേ ഇത് ഓട്ടോബാനാണ്. ഇവിടെ അൺലിമിറ്റഡ് സ്പീഡാണ്. നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകാം. അവിടെ നിൽക്കുന്ന കുതിരയാണോ പശുവാണോ? കുതിരയല്ലേ? നമ്മളിപ്പോൾ പോകുന്ന ഉലും. പണ്ട് നമ്മൾ പോയ സ്ഥലമാണ് ഉലും അല്ലേ? 5 ഉണ്ടായിരുന്നു അന്ന്. ആ ഓർമ്മയുണ്ട്. ഞാൻ 2 വർഷം, 1 വർഷത്തെ ഗ്യാപ്പിലല്ലേ വന്നിരിക്കുന്നത്. 2023 ഒക്ടോബറിലല്ലേ ഞാൻ വന്നത്. 1 വർഷം 2017 കണ്ടിട്ട് 23 പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പെട്രോൾ സ്റ്റേഷനിൽ വന്നു. പെട്രോൾ അടിക്കുകയാണ്. ഇവിടെ 1 ലിറ്ററിന് 1.67 യൂറോയാണ്. ചിലടത്ത് 1.56 യൂറോ കിട്ടും, ചിലടത്ത് 1.78 യൂറോ കിട്ടും. അങ്ങനെ ഒരു 10, 15, 20 പൈസ ഡിഫറൻസ് ഓരോ പെട്രോൾ സ്റ്റേഷനിലും കിട്ടും. ഇതിപ്പോൾ നമ്മൾ അറാൽ എന്ന് പറഞ്ഞൊരു പെട്രോൾ കമ്പനിയുടെ പെട്രോൾ സ്റ്റേഷനിലാണ്. അവിടെ കാണാം കണ്ടോ, നമ്മൾ അടിക്കുന്ന സൂപ്പർ E10. നമ്മളങ്ങനെ ഇവിടെ പേ ചെയ്തു. നമുക്ക് 50 യൂറോ ആയി. ഓൾമോസ്റ്റ് ഫുൾ ടാങ്ക് ആയെന്ന് തോന്നുന്നു. നേരെ 62 കിലോമീറ്റർ
പെട്ടെന്ന് കയറുമായിരിക്കും അല്ലേ? ഇതിപ്പോ ഇവിടെ 100 കിലോമീറ്റർ ആണ് ഭയങ്കര വിൻഡ് സ്പീഡ് ലിമിറ്റ്. ഭയങ്കര വന്നില്ല. ഇപ്പൊ 9 ഡിഗ്രി. സ്റ്റുട്ട്ഗാർട്ടിലെ ഉള്ളത് പോർഷയുടെ മ്യൂസിയം, ബെൻസിന്റെ മ്യൂസിയം. ഇത് കണ്ടോ, സോളാറ. മോസ്റ്റ്ലി എല്ലാ വീടും ഇവര് കാലത്തിനൊത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ ഗ്രാമങ്ങൾ, കണ്ടില്ലേ? ഇതിപ്പം പക്ക ജർമ്മൻ ഗ്രാമമാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ ഒരു ഭാഗം. പക്ഷെ ഇത്ര നീറ്റ് ആൻഡ് പെർഫെക്റ്റ്ലി അവർ അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു, അച്ചടക്കത്തോടു കൂടി. അത് തന്നെ ഇതുപോലെ നിർത്തണ്ടേ ദ ഹോൾ കൺട്രി. ആ ഇത് അതെ അതെ ഉണ്ട്. ചുമ്മാ നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ സിറ്റിക്കുള്ളിൽ ഇത്ര മീറ്ററിലെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അവിടെ നമ്മൾ ചെയ്യുന്നല്ലേ, മുട്ട അടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് നമുക്കുണ്ട്. പക്ഷെ ഇത് ഇത്രയും പേർലാണ്ട് ഇവിടെ കിടക്കുമ്പോ ഇതൊന്നും പ്രൈവറ്റ് ആണോ നമുക്ക് അറിയത്തില്ലല്ലോ. ആരാ ഇത് ചെയ്യുന്നത്? ഉലുവ നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 17 കുറച്ച് 35. അല്ല, ഈ വഴി നമ്മൾ ഈ വഴി ഇനി അടുത്ത ടേണിക്ക് 17, പക്ഷെ ഉലുവിലോട്ട് പോകുന്ന കുറച്ചുകൂടെ കാണും. 35 കിലോമീറ്ററോ 40 അങ്ങനെ എന്തോ ആണ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ 2 ലൈൻ, ഇത് ശരിക്കും കഴിഞ്ഞാൽ 4 ലൈൻ. അപ്പുറം ഇപ്പുറം ഈ 2 ലൈൻ ഉണ്ട്. ക്യാമറ ഉണ്ട്. ഇവിടുത്തെ ക്യാമറ ഒരു പക്ഷെ നമ്മൾ കണ്ടു കാണത്തില്ല ഇതുവരെ വീഡിയോയിൽ. ഇതാണ് ഇവിടുത്തെ ക്യാമറ. 120 ഇവിടെ ക്യാമറ. ഡീസൻ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇവന്മാർ ക്യാമറ വെച്ചിരിക്കുന്നത് നമ്മളെ അടിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല, ഒരു കൺട്രോൾ വരണം, അത്രേ ഉള്ളൂ. ഒരു ചേച്ചി രാവിലെ ജോഗിങ്ങിന് ഓടുന്നു. ഇതുവരെ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ കേട്ടോ? ഇടയ്ക്ക് എന്തോ ഒരു 10 യൂറോ എന്തോ അടിച്ചായിരുന്നു. ഇത്രയും വർഷമായിട്ട്. അല്ലാതെ പെനാൽറ്റി ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ഉലുമെന്ന് പറഞ്ഞ ഉലുമിലെ ആ പള്ളി ആ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന അവിടെ ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടക്കുക. നമ്മളിപ്പോ പോകുന്നത് സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ആ ബ്ലൂ കളറിൽ എഴുതി വെച്ചിരുന്നത്. ഓ, അതിന്റെ ഒരു നല്ലൊരു ഭാഗം ഇപ്പൊ കാണാം അല്ലേ? നമ്മളങ്ങനെ സ്റ്റുട്ട്ഗാർട്ട് ഹൈവേ കയറി. ഇതിപ്പോ ഓട്ടോബാനാണ്. പക്ഷെ ഇപ്പൊ 100 രൂപ കാണിക്കുന്നത്. ഇത് ഓട്ടോബാൻ ഹൈവേയാ, പക്ഷെ ഇവിടെ ഇതുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ സിറ്റിയുടെ ഇതാന്ന് തോന്നുന്നു. 100 രൂപ കാണിക്കുന്നത്. ഇപ്പൊ അടിക്കാൻ ഞാൻ 2 കിലോമീറ്റർ ആയി പോയെന്ന്. കറക്റ്റ് പൊക്കോണം, അല്ലെങ്കിൽ ഈ വണ്ടി ഭയങ്കര ബഹളം. വൃത്തിയായിട്ട് അടി. 120 സമ്മതിക്കത്തില്ല. പാട്ടേന്ന് അടിക്കും, നിർത്താൻ പറയും. ഇവൻ 50 കിലോമീറ്റർ അടിക്കും. 30-ല് 120 പോകുമ്പോ 115 ഓക്കെയാണ്. അതെ, പക്ഷെ 121 കഴിഞ്ഞാൽ അടിക്കും. അങ്ങനെ 19 ആയാലും അടിക്കും. ഇല്ല 19 അടിക്കില്ല, 21. അല്ല, താഴെയാണെങ്കിൽ അടിക്കില്ല. അങ്ങനെ മക്ഡൊണാൾഡ്സിലെ പാർക്കിങ്ങിൽ വന്ന് നിർത്തി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 100-130 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്തായിരുന്നു. നമ്മുടെ ആ ഹൈവേ ആണ്, ഓട്ടോബാൻ ഹൈവേ ആണ്. അൺലിമിറ്റഡ് സ്പീഡിൽ ഡ്രൈവ് ചെയ്യാവുന്ന ജർമ്മനിയിലെ ആ ഹൈവേ. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് അത്ര അൺലിമിറ്റഡ് സ്പീഡിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ്. ലീ കിടക്കുന്ന ട്രക്സൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഈ സ്റ്റുട്ട്ഗാർട്ടിലോട്ടൊക്കെ. അപ്പോൾ അത് കാരണം ഇച്ചിരി തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു മക്ഡൊണാൾഡ്സ് കണ്ടില്ലേ, അവിടോട്ട് കയറി. യൂറോ ഇടണം, ഇട്ടിട്ട് വേണം ഈ ടിക്കറ്റ് എടുക്കാൻ. ഈ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ ബാത്റൂമിൽ പോകാമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മോട്ടോർ വേയിലെ ഈ സെയിം കമ്പനിയുടെ മറ്റ് ഇതുപോലത്തെ മക്ഡൊണാൾഡ്സോ അല്ലെന്നുണ്ടെങ്കിൽ അതർ പ്രോപ്പർട്ടിയോ ഉണ്ടെങ്കിൽ
ഈ സെയിം കമ്പനിയുടെ ആണെങ്കിൽ നമുക്ക് അവിടെ ഇത് റെഡീം ചെയ്യാം, അവിടെയും റെഡീം ചെയ്യാം ഈ ഒരു ദിവസം 24 hours. ഇല്ല ഇതേ ഗ്യാസ് കമ്പനി ആണെങ്കിലും മതി. ഇല്ല ഇവിടെ തന്നെ റെഡീം ചെയ്യാം. ഓർഡർ ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്പർട്ടീസിലെല്ലാം WMFൻ്റെ കോഫി മെഷീൻസ് ആയിരിക്കുന്നത്. ഹാപ്പി മീൽ കുട്ടികളുടെ മീലിന് €6.49. ഇതിൻ്റെ പ്രൈസ് കണ്ടോ ഇവിടുത്തെ €12.99. ഒരു ഫ്രണ്ട്സ് മെനുവിന് എന്താ അതിന് ബിഗ് ടേസ്റ്റിക്ക് €12. €12 എന്ന് പറയുമ്പോഴത്തേക്കും €5 കൊണ്ട് ഗുണിച്ചാൽ 15, 60 ഏതാണ്ട് 65 റിയാൽ വരും. ഇല്ലേ 60 റിയാൽ വരും. നമ്മുടെ അവിടെ ഒരു ബിഗ് ടേസ്റ്റി ഫുൾ മീലിന് 26. അപ്പം 3 മടങ്ങ് ഓൾമോസ്റ്റ് വില ഇവിടെ കൂടുതലാണ് ജർമ്മനിയിൽ. എല്ലാത്തിനും അങ്ങനെ സാധനങ്ങൾക്കും ഏതാണ്ട് 2.5 മടങ്ങ് വില കൂടുതലാണ്. പറഞ്ഞില്ലേ, ബാത്റൂമിൽ കയറി ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ നമ്മൾ 4.6 റിയാൽ കൊടുക്കണം. എല്ലാ പ്രാവശ്യം നമുക്കത് റെഡീം ചെയ്യാനും പറ്റാതെ വരും. കാരണം വെച്ചാൽ എപ്പോഴും ഇല്ല നമ്മൾ കോഫി മേടിക്കണം, ഇല്ല എപ്പോഴും നമ്മൾ ഫുഡ് മേടിക്കണം. അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ പിന്നെയും പൈസ മുടക്കണം. നമുക്ക് വിശന്നില്ലെങ്കിലും ഫുഡ് മേടിച്ചിട്ട് ഈ €1 റെഡീം ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ അത് ഇതിൽ നഷ്ടമാണ്. അത് കാരണം ബെസ്റ്റാ €1 നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുക, ഫോർഗെറ്റ് എന്ന് ചിന്തിക്കുക. ഇല്ല പിന്നെ പബ്ലിക് ബാത്റൂംസ് ഇവിടെ ഉണ്ട് ചില ഭാഗങ്ങൾ, അത് നോക്കി പോകണം. അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടിയാൽ നമുക്ക് പൈസ കൊടുക്കണ്ട. നമ്മളങ്ങനെ മക്ഡൊണാൾഡ്സിൽ നിന്ന് ഇറങ്ങി നമ്മുടെ യാത്ര തുടരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ഈ ട്രെയിൻ ഏതാ? IC ആണോ? എല്ലാം പോകും. രസമുണ്ടായിരുന്നു പോകുന്നതാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഓട്ടോബാൻ ഹൈവേ കൂടാണ്. സ്പീഡ് 170. കുഞ്ഞി ഫ്ലൈറ്റ് ആണോ എല്ലാം കിടക്കുന്നത്? സ്റ്റുട്ട്ഗാർട്ടായി. നമ്മുടെ ഇതിനകത്തോട്ട് അച്ചിട്ട് പോകണമെന്നേ ഉള്ളൂ. സ്റ്റുട്ട്ഗാർട്ടിന്റെ ഇതായി, സിറ്റിയായി. അയ്യോ, ബോഷിന്റെ വലിയൊരു ഇത് കണ്ടോ. പരസ്യം വാക്വേയില പാർക്ക് ഹൗസ്. അത് എയർപോർട്ടിലോട്ട് വരുന്നവർക്ക് പാർക്ക് ചെയ്യാനുള്ള സംഭവം. ഓക്കെ, ഒരു കാട്ടിൽ കൂടാ നമ്മളിപ്പം പോകുന്നത്. പക്ഷെ പൂക്കളുള്ള കാട്, മഞ്ഞ നിറമുള്ള കാട്. ഒറ്റ വണ്ടിക്ക് പോകാനുള്ള റോഡേ ഉള്ളൂ. പാവങ്ങൾക്ക് ഇവിടെ റോഡിനൊന്നും വീതി കൂട്ടാനുള്ള സ്ഥലമില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ടാ, ഇതേതോ വലിയ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു അല്ലേ? എന്തോ സംഭവം ഇതിനകത്ത്, ഈ കാട്ടിൽ. ഇത് യൂണിവേഴ്സിറ്റിയാ? അതെ, യൂണിവേഴ്സിറ്റിയാ. നമ്മൾ സ്റ്റുട്ട്ഗാർട്ടിൻ്റെ ഏതോ ലോകത്തൂടെ പോവാണ്. വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവിടെ ഒരു കുതിരാലയമുണ്ട്. എവിടെ നിന്ന്? ഇവിടുന്ന് ഇപ്പം ഈ വണ്ടി വന്ന പോലെ ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? അവർക്ക് പ്രയോറിറ്റി. പോഷെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തല്ലേ പറ്റൂ. അങ്ങോട്ടുള്ള ഇതാന്ന് തോന്നടാ. നമ്മൾ പോഷെ മ്യൂസിയത്തിൻ്റെ ആ ഒരു സ്ട്രീറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. പോഷയുടെ മെയിൻ പ്ലേസ് ആണിത്. എങ്ങനെ ഇതിനകത്തൂടെ കയറാം? അല്ല, നമ്മൾ ആദ്യം അങ്ങോട്ട് പോകാം. അങ്ങനെ പോകാൻ പറ്റത്തില്ല.
ഇല്ല, എന്നാ ഇങ്ങോട്ട് തന്നെ ചെയ്യാം. ഇതാണ് പാർക്കിംഗ്. പാർക്കിംഗ് കേട്ടായിരിക്കും. അല്ലയോ, അങ്ങനെ ആയിരുന്നു. അല്ലാതെ പി അവിടെ ഇട്ടിട്ടുണ്ടല്ലോ. എങ്ങനെ പോകും ഇതിനകത്ത്? അങ്ങനെ ആയിരുന്നു. എവിടെ ഞെക്കണ്ട? എവിടെ ഇത് സാധനം? ഹലോ, ദിസ് ഈസ് എ പേ പാർക്കിംഗ്? ദിസ് ഓൺലി ഫോർ എംപ്ലോയർ. Ah, okay. So I need to take ticket? No. ഇറങ്ങി പോകണോ? ഓ, ഇത് ഓൺലി ഫോർ എംപ്ലോയീസിനാ. ഇത് മൊത്തം പോർഷയാണ്. ഇത് നമ്മൾ പോർഷയുടെ എംപ്ലോയീസിൻ്റെ പാർക്കിങ്ങിൽ ബൈ മിസ്റ്റേക്ക് വന്ന് കയറി. അവർ പറഞ്ഞു സോറി, നിങ്ങൾക്ക് തിരിച്ച് എക്സിറ്റ് അടിച്ച് പോകാമെന്ന്. എക്സിറ്റ് അടിക്കുക അല്ലേ ഇവിടുന്ന്? ഈ മറ്റു കാറുള്ളവരൊക്കെ ലോ ഗ്രേഡ് എംപ്ലോയീസ്. ഈ പോർഷെ ഓ, എന്തൊക്കെ വണ്ടികളാണ് ഇവിടെ ഇതിനകത്ത് കിടക്കുന്നത് പോർഷയുടെ. ഇതിനകത്ത് ഓ, എന്താ ഹൈ ക്ലാസ് വണ്ടികളാ. ഓ, മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇത് ഏതാണോ? നമ്മൾ പോർഷെ എന്ന ബ്രാൻഡിൻ്റെ മെയിൻ ഹെഡ് ഓഫ് ദ ആ ഒരു കമ്പനിയുടെ ഫാക്ടറിയുടെ വിമൻസ് പാർക്കിംഗ് സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്, സ്റ്റുട്ട്ഗാർട്ടിൽ. നമ്മൾ നേരെയാണോ അഞ്ചു വന്ന്? നമ്മൾ നേരെ വന്നു. നേരെ ഇൻ ദ സെൻസ് ഇവിടുന്ന് റൈറ്റ്, ഇവിടുന്ന് റൈറ്റാ, ഇവിടുന്ന് താഴോട്ടോ. ഇവിടുന്ന് താഴോട്ട് പോകണ്ടേ. ഇതെല്ലാം പോർഷയുടെ ബിൽഡിങ്സ് ആണ്. പോർഷെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസാണ് മൊത്തം. ഇവിടെ ജാക്കറ്റ് തന്നെ അവിടെയുണ്ടോ? അത് തന്നെ, മുഴുവൻ പോർഷെ വണ്ടികളെ ഇവിടെ കാണാൻ കൂടുതലും പറ്റുന്നുള്ളൂ. ഓ, പോർഷയുടെ പ്രൊഡക്ഷൻ ഏരിയ ഒക്കെ ഏതാ? ഇത് ബോഡിയൊക്കെ പണിയുന്ന ബിൽഡിങ്ങാ. നമ്മളിതിൻ്റെ മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. അപ്പം എന്താ ഇതാന്ന് തോന്നുന്നു പാർക്കിംഗ് അല്ലേ ഈ കാണുന്നത്. എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് ചേട്ടന്മാരെ നമ്മളിവിടെ എത്തി. അച്ഛൻ ഇറങ്ങട്ടെ. ഒരു കൊച്ചനാ. നമ്മളങ്ങനെ മ്യൂസിയത്തിൻ്റെ പാർക്കിംഗ് സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഈ ഏരിയ എന്ന് പറയുന്നത് കണ്ടോ, പോർഷെ എന്ന് എഴുതിയിരിക്കുന്നത്. 100 കണക്കിന് ഏക്കർ ഏരിയ വ്യാപിച്ച് കിടക്കുന്ന പോർഷയുടെ ഫാക്ടറിയും എക്സിബിഷൻ പ്ലേസും അതിൻ്റെ ടിക്കറ്റ് എടുക്കണം. മോളെ ആരും കഴിഞ്ഞെടുക്കണ്ടെന്ന്. നമ്മളിപ്പം പോർഷയുടെ പാർക്കിംഗ് സോണിലോട്ട് കയറുവാണ്. നമ്മളങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആക്ച്വലി അത് ക്യാമറ നമ്മുടെ ഇത് എടുക്കുകയാണ് ചെയ്യുന്നത്, നമ്പർ പ്ലേറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി. നമ്മളിവിടെ പോർഷയുടെ പാർക്കിംഗ് കൊണ്ട് വണ്ടി ഇട്ടു. എന്നിട്ടിപ്പോൾ നമ്മൾ നേരെ പോർഷെ മ്യൂസിയം. പോർഷയുടെ വണ്ടി ഇതാണ് പാർക്കിംഗ് ഫീ. പോർഷെ മ്യൂസിയത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.